3 മീറ്ററിൻ്റെ നൈറ്റി പീസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ഭേദമായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു വീഡിയോ ആണ് ഫസ്റ്റ് ഇടാൻ പോകുന്നത്. 2 പീസ് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വീതി വന്നിട്ട് 8.5 ഇഞ്ചും ഇറക്കം വന്നിട്ട് 22 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പകുതിയിൽ നിന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇനി കഴുത്തിൻ്റെ അകലം 2 ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത്. ആ സെയിം സ്ഥലത്ത് വെച്ച് തന്നെ 5.5 ഇഞ്ച് ഷോൾഡറും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴേക്കും 5.5 ഇഞ്ച് ഷോൾഡർ. ഇനി ഒരു സ്ക്വയർ പോലെ വരച്ചെടുക്കാവേ. അപ്പോൾ സ്കെയിലോ ടേപ്പോ ഉപയോഗിച്ച് സ്ക്വയർ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വളച്ച് കുഴിച്ചൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റാണ്. ചെസ്റ്റ് ഒരു 8 ഇഞ്ചാണ് എടുക്കുന്നത്. താഴെ വേസ്റ്റ് 7.5 ഇഞ്ചുമാണ്. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ചെസ്റ്റും വേസ്റ്റും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ച് യോജിപ്പിച്ചെടുക്കാവേ. ഇനി കഴുത്തിൻ്റെ ഇറക്കം അടയാളപ്പെടുത്താം. ഫ്രണ്ടും ബാക്കുമാണ്. ഇപ്പോൾ ബാക്ക് എടുക്കുന്നത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും നെക്ക് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് കൊടുക്കാവേ. ഞാനിപ്പോൾ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബാക്കിൽ ഇതുപോലെ സ്ക്വയർ വരച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ സ്ക്വയർ വരച്ചിട്ട് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ടിൽ തന്നെ കിട്ടും. ഫ്രണ്ടിൽ 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. 3 ഇഞ്ചും അതേപോലെ തന്നെ സ്ക്വയർ വരച്ചു കൊടുത്തിട്ട് റൗണ്ട് ചെയ്തെടുക്കാവേ. ഇനി താഴത്തെ പോർഷനിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാവേ. ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത ഷോൾഡറും കഴുത്തൊക്കെ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ മറ്റ് വീഡിയോസും കൂടെ കണ്ടു നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പാർട്സൊക്കെ വെട്ടി. ഇനി ഇത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒന്ന് ഫ്രണ്ടും ബാക്കും ഒന്ന് രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിലത്തെ പോർഷൻ നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലത്തെ കഴുത്തും കൂടെ ഒന്ന് വെട്ടിയെടുക്കാവേ. കഴുത്തൊക്കെ വെട്ടുമ്പോൾ പയ്യെ ആദ്യമായിട്ട് ചെയ്യുന്നവർ പയ്യൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് നിന്നൊക്കെ വേറെ സ്ഥലത്തോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ബാക്കിട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കുകയാണ്. അപ്പോൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് 2 തുണി എടുത്തിട്ടുണ്ട്. താഴത്തെ സ്കേർട്ടിനുള്ള തുണിയാണ്. ഇപ്പോൾ രണ്ടായിട്ട് മടക്കിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം വന്നിട്ട് 34 ഇഞ്ചും വീതി 16.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ മുകളിലത്തെ പോർഷനൊന്ന് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് വെട്ടിക്കൊടുക്കുക. ഈ ഡിസൈൻ വരുന്ന സ്ഥലം താഴത്തെ പോർഷനാണ് വരുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കാവേ. അപ്പോൾ ഇത് നിവർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇനി സ്ലീവാണ് എടുത്തിട്ടുള്ളത്. സ്ലീവ് 2 തുണി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീതി വന്നിട്ട് 7 ഇഞ്ചും നീളം വന്നിട്ട് 19 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നീളം 9.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് താഴത്തെ പോർഷനിൽ നിന്ന് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വെട്ടിയെടുക്കാവേ. അപ്പോൾ പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഇത് ഞൊറിയിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആയിട്ട് തുണി എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ലീവ് ആയിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ താഴെ ഫ്രില്ലിടാൻ വേണ്ടിയാണ് ബ്ലാക്ക് തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വീതി വന്നിട്ട് 6 ഇഞ്ചാണ്. നീളം വന്നിട്ട് 44 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് 2 തുണി എടുത്തിട്ടുണ്ട്. ഒരു തുണിയുടെ നീളമാണ് 44. അപ്പം നിങ്ങൾ ഞൊറി ഇടും പോലെ ഇരിക്കും. ചിലപ്പോൾ കൂടുതൽ അധികമായിട്ട് വേണ്ടി വരും. ചിലപ്പോൾ ഇത് മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഞൊറി ഇടുന്ന അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതുപോലെ 2 തുണി എടുത്തിട്ടുണ്ട്.